നമസ്തേ. 13/3/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വ്യാഴാഴ്ച മേടം രാശിക്കാർക്ക് ശുഭകരമാണ്. കർക്കിടകം, ധനു, മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. കഠിന ദോഷം എന്ന് പറഞ്ഞാൽ ദോഷം കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അവർ കുറച്ച് നാമമൊക്കെ ജപിച്ചാൽ മതി. ഇനി നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ തുടർന്ന് കൃത്യമായി എല്ലാം കിട്ടണം എന്നുള്ളവർ ഇതൊന്ന് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും നല്ലത് പറയാനൊന്നും എനിക്കാവില്ല. കാരണം രാശിക്കകത്ത് കാണുന്നതല്ലേ പറയാൻ കഴിയൂ. രാശിക്കകത്ത് എല്ലാ ഗ്രഹങ്ങളും ശുഭമായിട്ടൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രാരാബ്ധ കർമ്മം അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഓരോരുത്തർക്കും ലഭിക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ സമീപിക്കാൻ കഴിയണം. ദോഷമുണ്ടെന്ന് കണ്ടാൽ ദോഷം വരാതിരിക്കാൻ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോൾ കാണുന്നത് പോലെ പറയാനേ പറ്റൂ. കാരണം പലരും കമൻറ്റ് ചെയ്യുന്നത് മറ്റു പലരും പറഞ്ഞിരിക്കുന്നതല്ലല്ലോ ഞാൻ പറയുന്നതെന്നാണ്. മറ്റു പലരും പറയുന്നത് പോലെ പറയാൻ എനിക്കാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ, അവരുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ടാണ് ഞാനായി തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ദോഷം കാണുന്നത് ദോഷമായിട്ട് തന്നെ പറയും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ദോഷങ്ങളെയൊക്കെ മാറ്റി കൊണ്ടുവരാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുക, ദോഷം പറയുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക ഒക്കെ ചെയ്യുക. കാരണം നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും ധനികരാവും എന്ന് പറഞ്ഞാൽ ഈ 27 നക്ഷത്രക്കാരും ധനികരാവാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളെ സൂചിപ്പിക്കാൻ നിങ്ങൾക്ക് നാളെ ധനം കിട്ടും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വീട് പണിയാൻ കഴിയും എന്ന് 27 പേരും പറഞ്ഞാൽ ഒരു കാര്യമില്ല. അങ്ങനെ പണിയാൻ കഴിയില്ല. അപ്പോൾ ഉള്ളതുപോലെ തന്നെ പറയുന്നു. ഞാൻ കാണുന്നത് എന്തോ അത് പറയുന്നു. അപ്പോൾ ആ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഇതിൽ ഫോളോ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത്. അപ്പോൾ ദോഷങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് എല്ലാവരും നന്നായിട്ട് ശ്രമിക്കണം. നമുക്ക് ഇനി വീഡിയോ വിശദമായിട്ട് നോക്കാം. നമുക്ക് ഓരോ നാളുകൾ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ശുഭകരമാണ്. പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഒരു മേന്മയുള്ള ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിലും മനസ്സും ബുദ്ധിയും ഒന്നും അത്ര വേണ്ട രീതിയിലല്ലാത്തതുകൊണ്ട് ചില അപകടങ്ങൾ ആത്മവിശ്വാസം മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു പോകണം. അതേപോലെ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ മാതൃസ്ഥാനീയരിൽ നിന്ന് അല്പം മനോവിഷമമുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറുകാർക്കുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. എന്നാൽ ശത്രുക്കൾ മൂലമുള്ള ദോഷം മേടക്കൂറുകാർക്ക് ഒന്ന് കുറയുകയും ചെയ്യും. പൊതുവെ ആരോഗ്യ കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് മേന്മയുള്ളതായിരിക്കും. എന്നാൽ ആസ്മ ഒക്കെ ഉള്ള മേടക്കൂറുകാർ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ മേടക്കൂറായ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാക്കുകളൊക്കെ അത്ര അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നതല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മേടക്കൂറുകാർ. അതേപോലെ ധനപരമായ നേട്ടങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിൽ നിന്നുള്ള സഹകരണങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ലഭിക്കും. ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. എന്നാൽ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇടവക്കൂറ്.
കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. പക്ഷെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും, അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. എന്നാൽ തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാർ. ഈ നേത്രരോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇടവൻ രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതേപോലെ മനസ്സ് അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിന്നൊക്കെ ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും, അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും, എങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടവൻ രാശിക്കാർക്ക് വരാം. തൊഴിൽരംഗം അനുകൂലമല്ല, അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതേപോലെ വാതരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിലാളികളിൽ നിന്നും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് തൊഴിലാളികളിൽ നിന്നൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല. അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. നന്നായിട്ട് ദോഷമുണ്ടാകുന്ന ദിവസമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ദോഷങ്ങളുണ്ടാകുമെന്ന് അറിഞ്ഞാൽ ദോഷങ്ങളുണ്ടാകുമല്ലോ എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നാമൊക്കെ ജപിച്ച് ആ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. നല്ല രീതിയിൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും അനുകൂലാവസ്ഥ മിഥുനം കൂറുകാർക്കുള്ളത് കൊണ്ട് മറ്റ് പല കാര്യങ്ങളും ഇതിൽ നിന്നുകൊണ്ട് നന്നാക്കാനായിട്ട് കഴിയും എന്ന് ശ്രദ്ധിച്ച് അതനുസരിച്ച് പോവുക. ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അതേപോലെ ദഹനക്കുറവ്, ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലം ദോഷമുണ്ടാകുന്ന സമയമാണ്. ആരോഗ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ശരീരാരോഗ്യം ഉണ്ടാകും, എന്നാൽ മാനസികാരോഗ്യം അത്ര ഉത്തമമായിരിക്കില്ല. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിട്ട് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആളുകൾ, അലർജി സംബന്ധമായ രോഗങ്ങൾ, ആസ്മയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മിഥുനം കൂറുകാർ. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതേപോലെ കടബാധ്യത വരാതിരിക്കാനായിട്ട് മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി അനാവശ്യമായ കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ശ്രദ്ധിക്കണം. ധനപരമായ നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാം, അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതേപോലെ തൊഴിൽ മേഖലയും മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല. സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. അതേപോലെ വാതരോഗമൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മിഥുനക്കൂറുകാർ അത് ഉപയോഗിക്കാതിരിക്കാൻ, ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകും, അലസത കൂടുതൽ അനുഭവപ്പെടും കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും മനസ്സ് അനുകൂലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വസ്ഥതയോടെ വിലയിരുത്തുന്നതിന് കഴിയും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ കർക്കിടകൂറുകാർക്കുണ്ടാകും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുദോഷമുള്ള പ്രയാസങ്ങൾ കർക്കിടകൂറുകാർക്കുണ്ടാകും. വിദ്യാർത്ഥികൾ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വളരെ അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അതേപോലെ പെട്ടെന്ന് ചില ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ അത്ര അനുകൂലമാകാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. വല്ല കരാറുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമല്ല. തൊഴിലാളികളിൽ നിന്ന് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് തൊഴിലാളിയിൽ നിന്നൊന്നും അനുകൂലമായ അവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവരും കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് ദോഷകരമാണ്, എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. അപ്പോൾ മനസ്സിലൊരു സ്വസ്ഥതയൊക്കെ വരുത്താൻ കഴിയും. അങ്ങനെ മനസ്സിനൊക്കെ ഒരു സ്വസ്ഥത വരുത്തുകയാണ് എങ്കിൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി എടുക്കാനും അവർക്ക് കഴിയും. ശ്രദ്ധിച്ചാൽ മനസ്സിന് സ്വസ്ഥത വരുത്താൻ കഴിയുക തന്നെ ചെയ്യും. എങ്കിലും അലസത മൂലം പല കാര്യങ്ങളും ചിങ്ങക്കൂറുകാർ പിന്നത്തേക്ക് മാറ്റിവെക്കും. ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ് പോലെ അനുഭവപ്പെടും. അതുപോലെ പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കുന്ന ദിവസമായിരിക്കില്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് അവർക്ക് കഴിയും. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കഫരോഗങ്ങളുള്ള ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതും ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സമീപനം ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും. അലർജി സംബന്ധമായ വസ്തുക്കളൊക്കെ അലർജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളൊക്കെ ആയിട്ട് ഒരിടത്തും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. കന്നിക്കൂറുകാർ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. എങ്കിൽ പോലും കന്നിക്കൂറുകാർക്ക് ദോഷകരമാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ ദൈവാധീനമുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ആ ദോഷത്തെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കാത്ത രീതിയിലാക്കാൻ പറ്റുമോ അത്. എങ്കിലും കന്നിക്കൂറുകാർക്ക് മനസ്സ് എപ്പോഴും വീർത്ത് കെട്ടി അസ്വസ്ഥമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ അവർക്ക് കഴിയും. അതേപോലെ ബുദ്ധി വേണ്ട രീതിയിലൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. മാതൃസ്ഥാനീയർ കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. എന്നാൽ നേത്രരോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കടബാധ്യതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കുടൽ രോഗമുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. അതുമൂലം ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായി പൊതുവെ അനുകൂലമാണ്. കുടുംബത്തിലൊക്കെ പലവിധ സഹായങ്ങളും സഹകരണങ്ങളുമൊക്കെ കന്നിക്കൂറുകാർക്ക് കിട്ടും. ജീവിത പങ്കാളി പൊതുവെ ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിൽ ലഭിക്കും. എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യമൊക്കെ കഴിച്ചിട്ട് തൊഴിൽ മേഖലയിലേക്കോ വീട്ടിലേക്കോ പോകാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. തുലാം അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് തുലാം രാശിക്കാർക്ക്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി എന്ന് പറയുന്നത്. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം
വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ കഴിയും, ബന്ധു സമൂഹത്തെയൊക്കെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ കഴിയും. എങ്കിലും ദൈവാധീനമില്ലാത്തത് കൊണ്ട് അവരിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്കിലും കുറച്ചൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. എല്ലാത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നൊരു ദിവസമാണ് തൊഴിൽ മേഖലയിൽ എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും സംശയമൊക്കെ വരുന്നതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തൊഴിൽ രംഗത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി ആ ദിവസത്തെ നിങ്ങൾ സമീപിക്കണം. അതേപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സൊക്കെ അനുകൂലമായിരിക്കും, ബുദ്ധി നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ മേന്മയാക്കി എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മനസ്സിലെത്തിയാൽ കഴിയുക തന്നെ ചെയ്യും. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണെങ്കിലും തുലാം രാശിക്കാർക്ക് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായ സമയമല്ല കുറച്ച് നാളത്തേക്കൂടെ, അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ വളരെ പ്രയാസം നേരിട്ടിട്ട് അത് നടക്കുകയുള്ളൂ. മക്കളിൽ നിന്നൊക്കെ ചില അനുകൂലമായ അവസ്ഥയുണ്ടാവും. കഫരോഗമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കേസൊക്കെ നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണിത്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. അതേപോലെ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വാതരോഗമുള്ളവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും ദൈവാധീനമില്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് തൊടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കഴിച്ച് അത് വീട്ടിൽ ചെല്ലുകയോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ചെല്ലുകയൊക്കെ ചെയ്ത് കൂടുതൽ പ്രശ്നമാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. വൃശ്ചികം, വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. എങ്കിലും വ്യാഴ അനുകൂലമുള്ള ഒരു ദിവസമാണെങ്കിലും ചില നഷ്ടങ്ങളൊക്കെ വരാം. എങ്കിലും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുന്നത് കൊണ്ടും വേണ്ടതുപോലെ ചെയ്യാൻ തോന്നാത്തത് കൊണ്ടും നിങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോടൊന്ന് ആലോചിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. ഈ വൃശ്ചികക്കൂറുകാർ മനസ്സ് അനുകൂലമായിരിക്കും, ബുദ്ധിയുമൊക്കെ തെളിഞ്ഞുണ്ടാവും. എങ്കിലും അലസത മൂലം പല പ്രയാസങ്ങളും മാറ്റിവെക്കും. അപ്പോൾ അത് ചിലപ്പോൾ ദോഷം ചെയ്യും. അതുകൊണ്ട് മാറ്റിവെക്കാതിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല വൃശ്ചികക്കൂറുകാർക്ക്. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയെ പരമാവധി ഒഴിവാക്കാനായിട്ട് വൃശ്ചികക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. വാക്കുകൾ അനുകൂലമല്ലാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തൊഴിൽ രംഗത്തൊട്ടും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകും. എങ്കിലും അതേപോലെ നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്നും അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്തൊട്ടും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വാദസംബന്ധമായ അസുഖമുള്ളവർ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ വൃശ്ചികക്കൂറുകാരും മദ്യമൊക്കെ ഉപയോഗിച്ച് നടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനം, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. പക്ഷെ മനസ്സ് ഒരു മൂടിക്കിട്ടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, അസ്വസ്ഥമായി നിൽക്കുന്നത് കൊണ്ട് പല പ്രയാസങ്ങളുണ്ടാകും. അതേപോലെ ഈ ആസ്തമ പോലെ അസുഖമുള്ള ധനുഷ് രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഗർഭാശയ രോഗമുള്ളവർ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സ് അത്ര അനുകൂലമല്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുകയും അതുമൂലം ചില നഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യാനുള്ള യോഗം ധനുരാശിക്കാർക്കുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
എങ്കിലും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും ഒരാത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ ആയിട്ട് ധനുരാശിക്കാർക്ക് കഴിയും. എന്നാൽ വിളർച്ച, ദഹനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ ധനുരാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധി വരെ ധനുരാശിക്കാർക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. എങ്കിലും ശത്രുക്കൾ മൂലം പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യത ധനുക്കൂറുകാർക്കുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ധനുക്കൂറുകാർ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും ധനുക്കൂറുകാർക്ക് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങളെ കരുതിയിരിക്കണം. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് മേന്മ ഉണ്ടാകുന്ന ദിവസമാണ്. മറ്റുള്ളവരുടെ സഹകരണമൊക്കെ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എന്നാൽ ധനുക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സിങ്ങനെ അസ്വസ്ഥമായി നിൽക്കും. എന്താണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ആസ്തമ പോലെ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയരൊക്കെ അത്ര അനുകൂലമല്ല. എന്നാൽ അതുപോലെ പിതൃമാതൃസ്ഥാനീയർ അനുകൂലമല്ല. ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ദിവസങ്ങളായിരിക്കും. ആത്മവിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങളും ചെയ്യാൻ തോന്നില്ല. എല്ലാത്തിനും ഒരു സംശയം തോന്നും. അതേപോലെ ശരീരത്തിനൊക്കെ ഒരു വിളർച്ച അനുഭവപ്പെടുക, പ്രതിരോധ ശക്തിക്ക് കുറവുണ്ടാകുക, നേത്രരോഗങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. സഹോദര സ്ഥാനീയർ പൊതുവേ മകരക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ശത്രുദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കൾ അത്ര മേന്മയുള്ളവരായിരിക്കില്ല. സുഹൃത്തുക്കളിൽ നിന്നും ചില ചതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മകരരാശിക്കാർക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും. മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല. ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാതരോഗമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് പൊതുവേ ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ മേന്മയുണ്ടാകും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ ആത്മവിശ്വാസക്കുറവ് മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടും. കടങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയിൽ നിന്ന് മേന്മയുണ്ടാകും. അവരുടെ അനുകൂലമായ അവസ്ഥയുണ്ടാവും. തൊഴിൽ രംഗത്ത് വളരെ പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. ശ്രദ്ധിക്കുക. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് കുറേ കാലത്തേക്കും കൂടെ ബുദ്ധിമുട്ടുള്ള ദിവസമാണ്, കാര്യമാണ്. എങ്കിലും ശ്രദ്ധിച്ചു പോവുക. ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മനസ്സ് സ്വസ്ഥമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വലിയ പ്രയാസങ്ങളില്ലാതെ ആ മനസ്വസ്ഥത കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാനായിട്ട് കഴിയും. മനസ്സ് നന്നായ പല കാര്യങ്ങളും നന്നാവും. പക്ഷെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചേ മീനം രാശിക്കാർ ഉപയോഗിക്കാവൂ. ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ശത്രുദോഷമൊക്കെ ഉണ്ടാകും. മറ്റ് സഹോദരനിൽ നിന്നും സഹായമൊന്നും പ്രതീക്ഷിക്കരുത്. കടബാധ്യത വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ അലർജി രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഞരമ്പുകളൊക്കെ തടിച്ചിട്ട് അങ്ങനെയുള്ള അസുഖമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം.
പനി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ധനപരമായ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ മീനം രാശിക്കാർ കൊടുക്കണം. കഫരോഗമുള്ളവരും ശ്രദ്ധിക്കണം. അതുപോലെ ഈ അലർജി, ഭക്ഷണത്തിൽ നിന്നൊക്കെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. നഷ്ടങ്ങളുണ്ടാകും. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ നക്ഷത്രഫലത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുക. എല്ലാവർക്കും നമസ്തേ.